പറഞ്ഞില്ലായിരുന്നോ നിന്റെ അടുത്ത്? നിന്നെ ഒരിക്കലും നിന്റെ അച്ഛൻ്റെ രാജപദവി സ്വീകരിക്കുന്നില്ല ഞാൻ വിടില്ല. ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞല്ലേ, ഇന്ന് പപ്പയുടെ പൂജ നടക്കുന്ന സമയത്ത് ആർക്കും എന്നെ തടയാനാകില്ലെന്ന്. പിന്നെയല്ലേ നീ. സമീർ, സമീർ, നല്ല തീരുമാനമായിരുന്നു. പക്ഷേ ഈ സമീർ ഒരു കാര്യം പറഞ്ഞോണ്ടല്ലോ, ഉറപ്പായിട്ട് നടത്താം. എന്റെ പപ്പ എപ്പോഴും എന്നെ ജയിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നിന്നെ പോലുള്ള ആളുകളെ കണ്ട് ഞാനൊരിക്കലും പേടിക്കില്ല, തോൽക്കുകയുമില്ല. സമീർ മാറി നിൽക്ക്. സമീർ പറയുന്നത് കേൾക്ക്. കഴിഞ്ഞു പോയ നിന്റെ എല്ലാ ശക്തിയും നീ ഇപ്പം എങ്ങനെ പോകുന്നു നിന്റെ പപ്പയുടെ ഫംഗ്ഷന്? ഓം സൂര്യായ നമഃ. ഓം സൂര്യായ നമഃ. ഓം സൂര്യായ നമഃ. പ്രേം, എൻ്റെ ബിസിനസ് കാര്യമായിട്ട് എൻ്റെ പാർട്ട്ണർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ സംസാരിച്ചിട്ട് വരാം. കാര്യം നടന്നു? അല്ല, അത് പിന്നെ പെൺകുട്ടി എന്ത് എങ്ങോട്ട് പോയിന്നറിയില്ല. എത്ര നേരം നീ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും? തോൽവി സമ്മതിക്കേ. ഭീരുക്കൾക്കായിരിക്കും തോൽവി ഉണ്ടാവുക. നിന്റെ ഈ പേടിപ്പിക്കലുണ്ടല്ലോ, ഇത് കണ്ടൊന്നും ഞാൻ പേടിക്കില്ല. വേഗം മാറി നിൽക്ക്. സോറി, പോ. സമീർ, 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 നീ എന്താ ചെയ്യുന്നേ? സമീർ, നീ തുറക്ക്, വേഗം തുറക്ക്. നീ എന്താ ചെയ്യുന്നത്? നോക്ക്, നീ ഡോർ തുറക്ക്. സമീർ, സമീർ, എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് കേൾക്കുന്നില്ല. പ്ലീസ് തുറക്ക്, തുറക്ക്, എനിക്ക് പോണം. നീ ഒന്ന് തുറക്ക്. ഇപ്പൊ നീ ഇവിടെ കിടന്ന് എൻജോയ് ചെയ്യേ നിന്റെ അച്ഛന്റെ രാജ് തിലക്. ഓക്കെ? ഇല്ല, നോ, നോ, തുറക്ക്, തുറക്ക്. സമീർ, വേണ്ട, തുറക്ക്. സമീർ, ഒന്ന് തുറക്ക്. എനിക്ക് പുറത്തേക്ക് പോണം. സമീർ, അമ്മായിയോ? ഇപ്പൊ നേരെ പോയി അമ്മായിയോട് സംസാരിക്കാം. അമ്മായി, എന്തോ ഭാഗ്യം അമ്മായി തന്നെ വന്നല്ലോ. അമ്മായിയോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റി പറയാനുണ്ട്. അമ്മായിക്ക് അറിയില്ല, നമ്മുടെ മുതുകിന് പിന്നിലായിട്ട് കുടുംബത്തിലെ മൂത്തവര്, പിന്നെ ചേട്ടത്തി, പിന്നെ പ്രതാപ്, എല്ലാവരും ചേർന്നിട്ട് മദ്യശാല ഓപ്പൺ ആക്കാൻ വേണ്ടി നോക്കുകയാണ്. ഞാനിതൊന്ന് ചുമ്മാ പറയുന്നൊന്നുമല്ല. നന്നായിട്ട് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രമാണ് അമ്മയോട് ഞാനിത് സംസാരിക്കാനായിട്ട് വന്നത്. അമ്മായിയാണ് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടത്. നമ്മളെ പുറകിൽ നിന്ന് ചതിക്കുവാണ്. നാട്ടിലെ ജനങ്ങൾ എങ്ങനെയാ രക്ഷിക്കാൻ പോകുന്നത്? ആ എല്ലാ പേപ്പേഴ്സും ഞാൻ വായിച്ചത് എന്തായാലും വളരെയധികം നന്നായി. അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കെല്ലാം മനസ്സിലായി അമ്മായി. അതുകൊണ്ട് ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം കത്തിച്ചു കളഞ്ഞു. പക്ഷെ ഇനി എന്താ ചെയ്യേണ്ടതെന്നാ എനിക്കറിയാത്തെ. ചേട്ടാ, നിങ്ങളോ? ഇതെന്ത് വേഷം? അമ്മായിയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടേക്കുന്നു. എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ഇതിനെ അങ്ങനെ കാണണ്ട ശരൺ മോനെ. ഈ കാര്യം ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷെ ചെയ്തല്ലേ പറ്റൂ. എന്ന് വെച്ചാ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഒരു ദിവസം നീ എങ്ങോട്ടോ പോയി, അതിനുശേഷം പല വർഷം ഞാനിങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്നൊരു ദിവസം നീ തിരിച്ചു വരുന്നു. എന്നിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നു. ഇവിടെ എനിക്ക് ന്യായം തീരെ കിട്ടിയിട്ടില്ലല്ലോ. ന്യായം? നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് എന്തായാലും ന്യായം ലഭിച്ചിരിക്കും. അതും അമ്മായിയുടെ കയ്യിൽ നിന്ന് തന്നെ. എന്താ ഇത് ശരൺ മോനെ? ന്യായം, അധികാരം,
ഇതെല്ലാം പുസ്തകത്തിൽ വായിക്കാൻ നല്ലതാണ്. ഒരു പക്ഷേ നീയൊരു ബുദ്ധിശാലിയായ രാജാവായിരിക്കാം. പക്ഷെ നീ നിന്റെ കണ്ണ് തുറന്ന് 4 ഭാഗത്തേക്കൊന്ന് നോക്ക്. വീർഗഡിലെ ജനങ്ങൾ നിന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയല്ലേ. രാജതിലകൻ ചാർത്തിക്കൂ, പരമ്പരയുടെ തലപ്പാവ് അണിഞ്ഞുകൊള്ളൂ, എന്നിട്ട് ആ സിംഹാസനത്തിൽ പോയി ഇരിക്കേ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതെ, പക്ഷെ എന്റെ ജോലിയിൽ തടസ്സം നിൽക്കരുത്. ഞാനും നിനക്കൊരു ശല്യമായി വരികയില്ല. ഇത് ഞാൻ നൽകുന്ന വാക്കാണ്. എന്താ ഭീഷണിപ്പെടുത്തുവാ? നീ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ശരൺ മോനെ. ഇത് ഭീഷണിയല്ല. അതെ മോനെ, നീ വീർഗഡിന്റെ രാജാവാകാൻ പോവുകയാ. മനസ്സ് പറയുന്നത് കേൾക്കാതെ തലച്ചോറ് ഉപയോഗിക്കാൻ നോക്ക്. ഈ ഭീഷണി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ വളരെ കൃത്യമായി മോന് ഞാൻ പറഞ്ഞു തരാം. ദാ ഇതിനെയാണ് ഭീഷണി എന്ന് പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട പുത്രൻ അവിക്, എന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഇപ്പോഴും നിന്നോട് പറയുകയാണ്. ഇല്ലെങ്കിൽ മോഹിനി അവനെ തള്ളി താഴേക്കിടും. ഇതിനെയാണ് ഭീഷണി എന്ന് പറയുന്നത്. മനസ്സിലായോ? അകത്ത് പൂജ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല. പൂജ നടക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട മകൾ എവിടെയായിരുന്നു? ഇതിനെയാണ് പറയുന്നത് ഭീഷണി. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഞാനിപ്പോ എന്താ ചെയ്യാ? വാതില് തുറക്ക്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ആരെങ്കിലും ഒന്ന് തുറക്ക് പ്ലീസ്. ആരെങ്കിലും ഒന്ന് തുറക്ക്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ ശരൺ മോനെ. ഞാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ പണ്ടേ കഴിഞ്ഞേനെ. പക്ഷെ തീരുമാനിച്ചിട്ടില്ല. അതെന്താന്നറിയാവോ? ഞാൻ ആദ്യം ഒന്ന് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചതാ. അതിന്റെ ഒരു ട്രെയിലർ മാത്രമാണ് മോനെ ഇത്. നീയൊരു ബുദ്ധിമാനായ രാജാവാണ്. നീ ആദ്യം നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ നോക്ക്. ഞാൻ അവിടെ മദ്യശാല തുടങ്ങട്ടെ. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വീർഗഡിലുള്ള ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാം. മനസ്സിലായോ? ശരിക്കുള്ള രാജാവാണെങ്കിൽ അദ്ദേഹം ത്യാഗം ചെയ്യാൻ മടിക്കുകയില്ല. തന്റെ പ്രജകളെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറായിരിക്കും. പ്രേം, ശരൺ ബണ്ണ സൂര്യന് പൂജ ചെയ്യാൻ വേണ്ടി പോയതല്ലേ? ഇനിയും വന്നില്ലേ? അവിക്കിനെയും കാണുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. അവൻ ഇവിടെ നിൽക്കത്തില്ലല്ലോ. സമയം ഒരുപാടായി. ഇദ്ദേഹം ഇതെവിടെ പോയി? ഈ റോജ് മോളെയും കാണുന്നില്ലല്ലോ. ഓടിക്കോ അവിക്, അവിടെ ഓടി രക്ഷപ്പെടേ. ഓടി രക്ഷപ്പെടേ. ഓടിപ്പൊക്കോ. എന്റെ മക്കളാണ് എന്റെ ബലം. അവരൊന്നും ഭീരുക്കളല്ല. അവർക്ക് അവരെ തന്നെ നല്ലതുപോലെ സംരക്ഷിക്കാൻ അറിയാം. എന്റെ സ്ഥാനത്തുള്ളത് എന്റെ മക്കളാണ്. അവർക്ക് ഞാൻ എൻ്റെ ജീവൻ വരെ കൊടുക്കും. പക്ഷേ ഒരിക്കലും ഞാൻ അവരെ ചതിക്കപ്പെടാൻ വേണ്ടി വിടത്തില്ല. ഇതാണ് എൻ്റെ ത്യാഗം. എൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. ജയ് ദുർഗാദേവി. പവിത്ര വരരുത്. പവിത്ര ഇവിടെ നിന്ന് പൊക്കോ. പോയിട്ട് അമ്മായിയെ കൂട്ടിക്കൊണ്ടുവാ. പോ. നീ തൊടാൻ പാടില്ലായിരുന്നടാ.
പവിത്ര, എന്താ ഇങ്ങനെ തീ കത്തുന്നത് പോലെ തോന്നുന്നത്? എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇവിടെ എന്തോ തെറ്റ് സംഭവിക്കാൻ പോകുന്നുണ്ട്. എനിക്ക് ഉടൻ തന്നെ പപ്പയുടെ അടുത്തേക്ക് എത്തണം. പവിത്ര, 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 കണ്ണുറക്ക്, കണ്ണുറക്ക്, പവിത്ര. നിങ്ങൾ സ്വന്തം നാടിന് തന്നെ ദ്രോഹം ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങള് ഞാൻ എല്ലാവരോടും പറയാനായിട്ട് പോവുകയാണ്. അതുകൂടാതെ നിങ്ങളെ ഒരുപാട് ബഹുമാനിച്ചതിൽ എനിക്ക് കുറ്റബോധം ഉണ്ടടാ. ഇത് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരുത്തനാണെന്ന്. ഇപ്പോ നിന്റെ തലവധി തന്നെ അമ്മായി മാറ്റി എഴുതിയിരിക്കും. ശരൺ പണ്ണ, റോജ,
ഇപ്പോഴാണ് മോളെ നീ ധൈര്യമായിരിക്കേണ്ടത്. അവയ്ക്കിനെ നീയാണ് നോക്കേണ്ടത്. അവന് നീ ഒരു കവചമായിരിക്കണം. എനിക്ക് വാക്കുത. അതെ മോളെ, വാക്കതാ. നീ നിഴല് പോലെ എന്നും അവിക്കിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിന്നെ നന്നായി നോക്കണം, അവിയെയും കൂടെ കൂട്ടണം. സത്യം ചെയ്യും. ഞാൻ വാക്ക് തരുന്നു, ഇന്നു മുതൽ ഞാൻ ചേച്ചി മാത്രമല്ല, അവിക്കിന്റെ കവചം കൂടിയായിരിക്കും ഞാൻ. മോനെ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? 15 ദിവസമായിട്ട് ഈ അവിക്ക് ഇങ്ങനെ തന്നെ കിടക്കുക. ഒന്നും സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല, ചിരിക്കുന്നില്ല, ഒന്നുമില്ല. ഒരു പ്രതിമ പോലെ നോക്കിക്കൊണ്ടേയിരിക്കുക. എന്തെങ്കിലും ചെയ്യൂ ഡോക്ടർ. ഇവനൊരു സാധാരണ കുട്ടിയല്ല. ഇവനാണ് വീർഗണ്ടിന്റെ ഭാവി. അത് ഞാനുള്ളിടത്തോളം ഒരിക്കലും വീർഗഡ് ഇരുളിലാവാൻ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെല്ലാരും ഒന്ന് പുറത്തേക്ക് വന്നേ. ശരി. എന്റെ കൊച്ചുമോൻ അവിക്കൻ എന്താ ഈ പറ്റിയത്? കുട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ. ആക്ച്വലി അന്ന് എന്താ സംഭവിച്ചത്? നടന്നതിനെ കുറിച്ച് ഞാൻ എന്തു പറയാനാ? അത് കണ്ടിട്ട് ഒരു കൊച്ചു കുഞ്ഞെന്നല്ല, മുതിർന്നവരായാലും പേടിച്ചു പോകും. എന്റെ മോൻ പാവം സ്വന്തം അമ്മയും അച്ഛനും തീയിൽ കത്തുന്നത് കണ്ടുകൊണ്ട് കണ്ടതാ. അവർ തുടിക്കുന്നത് കണ്ടതാ. അവർ മരിക്കുമ്പോൾ അവരുടെ ആ നിലവിളി ശബ്ദവും കേട്ടതാ. ഇവൻ വളരെ ചെറിയ കുട്ടിയല്ലേ. ഇത്രയും ഭീകരമായ സംഭവം നേരിട്ട് കണ്ടപ്പോ ഷോക്കായി പോയതായിരിക്കും. ഇതുപോലെയുള്ള ട്രോമയ്ക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. കാലപ്പോക്കിൽ ഇത് ശരിയായ ഭാഗ്യം, അതേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ശരിയാകുമെന്നോ? ഭഗവതിയുടെ അനുഗ്രഹം തന്നെ. അതുപോലെ എത്ര സമയമെടുക്കും എല്ലാം ശരിയായി വരാനായിട്ട്? സുഖമാകാൻ മാസങ്ങളോ ചിലപ്പോ വർഷങ്ങളോ എടുത്തേക്കാം. ഒരുപക്ഷെ കുട്ടി സംഭവിച്ച കാര്യങ്ങൾ എപ്പോഴും മറക്കാതെയും വരാം. കള്ളം 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 എല്ലാം കള്ളം. എന്റെ അനിയൻ തീർച്ചയായും സംസാരിക്കും. അവൻ മുമ്പത്തെ പോലെ ചിരിക്കും. മാത്രമല്ല അവന്റെ ചേച്ചിയെ ശല്യപ്പെടുത്തുകയും ചെയ്യും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ നിന്റെ ചേച്ചിയുടെ വാക്ക് മാത്രമേ കേൾക്കാൻ പാടൂ. പിങ്കി പ്രോമിസ് ചെയ്തിട്ടുള്ളതല്ലേ. എന്റെ അവിക് വൈകാതെ എന്നെ സംസാരിക്കും. എന്റെ ശരൺ, നീ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയപ്പോ ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഇല്ലാതായിപ്പോയി. റാണിയമ്മേ, നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ നമ്മുടെ ശരണിന്റെ ചിത്രം ദാ ഇവിടെ വരച്ചിട്ടുണ്ട്. നോക്കിയേ. ചുവരിലെ ചിത്രം നമ്മുടെ ഓർമ്മകളെ ഒരിക്കലും മായ്ക്കില്ല. ശരൺ മോന്റെ ആ ചിരിയും
അവന്റെ കഴിവുകളും നമ്മളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. പക്ഷെ എത്ര നാൾ ഇങ്ങനെ നമ്മൾ ഈ ഫോട്ടോയിൽ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കും? മാത്രമല്ല, ഈ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രം നിങ്ങളെല്ലാരും എന്നെ എന്തിനാ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങളെന്നെ നോക്കിക്കേ, ആ ചിത്രം ഒന്ന് നോക്കിക്കേ. ശരൺ ചേട്ടന്റെ തലയില് തലപ്പാവുണ്ട്. തലപ്പാവാണ് രാജാവിന്റെ അധികാരം. പക്ഷെ ശരൺ ചേട്ടൻ രാജാവാകുന്നതിന് മുമ്പ് തന്നെ മിണ്ടി പോകരുത്. ശരൺ ബണ്ണ രാജാവായിരുന്നു. രാജാവ് തന്നെയാണ്, എപ്പോഴും രാജാവ് തന്നെയായിരിക്കും. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയം ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തരാം. അവിക്, റാണിയമ്മയുണ്ടല്ലോ, പപ്പയുടെ നല്ല ഭംഗിയുള്ള ഫോട്ടോ വരച്ചിട്ടുണ്ട്. നീ അതിൽ തിലകം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ചാർത്തുമല്ലോ അല്ലേ? അവിക്, രാജാവിന്റെ മകനാണ് രാജകുമാരൻ. രാജാവിന് നിഴലായിരിക്കും. നമ്മുടെ പപ്പ വലിയ ധീരനായിരുന്നു. നീയും അതുപോലെ തന്നെയായിരിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ അനിയന്റെ കവചമായിരിക്കും. ഓരോ നിമിഷവും ഞാൻ അവന് തുണയായിരിക്കും. മാത്രമല്ല, വൈകാതെ തന്നെ ഇവനെ ഞാൻ സംസാരിപ്പിക്കും.